SIR അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചു. പട്ടികയിൽ 2.69 കോടി വോട്ടർമാർ. 9 ലക്ഷം വോട്ടർമാർ പുറത്തായി. വോട്ടർ ഐഡിയോ പേരോ ജനനതീയതിയോ ഉപയോഗിച്ച ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ തിരയാവുന്നതാണ്. ഇനിയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതുമാണ്. വിവരങ്ങളുമായി ദേവിക ചേരുന്നുണ്ട്. ദേവിക, ഈ SIRന്റെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പട്ടികയിൽ 2.69 കോടി വോട്ടർമാരാണ് ഉള്ളത്. എന്താണ് വിവരങ്ങൾ? ഗോപിക, ഒട്ടേറെ രാഷ്ട്രീയ സംവാദങ്ങൾക്ക് വഴിവെച്ച ഒന്നാണ് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് പറയുന്നത്. ആ വിവാദങ്ങൾക്കൊടുവിൽ ഇന്ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. 2.69 കോടി വോട്ടർമാരാണ് ഈ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കൃത്യമായി പറഞ്ഞാൽ 2,59,53,644 പേരാണ് ഈ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 9 ലക്ഷം പേരെയാണ് ഇത്തരത്തിൽ പട്ടികയിൽ നിന്നും, അതായത് അന്തിമ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത്. 2025 നവംബർ 4-ാം തീയതി മുതലാണ് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരശേഖരണ പരിപാടികളൊക്കെ ആരംഭിച്ചത്. അതിനുശേഷം ഡിസംബർ 23-ാം തീയതി കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു. ഈ ഡിസംബർ 23 മുതൽ ഫെബ്രുവരി 14 വരെ ഈ ഒരു കരട് പട്ടിക പ്രസിദ്ധീകരിച്ചതിൽ എന്തെങ്കിലും അവകാശവാദങ്ങളോ എതിർപ്പുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ബോധിപ്പിക്കാനുള്ള സമയവും അത് സംബന്ധിച്ച വിവരശേഖരണത്തിൻ്റെയും ഹിയറിങ്ങിൻ്റെയും ഒക്കെ സമയമായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ഇത്തരത്തിൽ ഈ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇത് ഇലക്ഷൻ കമ്മീഷന്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിങ്ങൾക്ക് പേരോ ജനനതീയതിയോ ഒക്കെ വെച്ച് ഇത്തരത്തിൽ ഈ ഒരു അന്തിമ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നത് എല്ലാവർക്കും പരിശോധിക്കാവുന്നതാണ്. ഈ അന്തിമ വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിലും പേടിക്കേണ്ടതില്ല. കാരണം ഈ അടുത്ത തിരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന അന്ന് വരെ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരമുണ്ട്. ഗോപിക, ശരി. SIR അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചു. ദേവികയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.